Mr. Narayan Krishnan? Yes. Kareemka from Calicut അയച്ചാണ്. Oh. പിന്നെ എവിടെയുണ്ട് നമ്മ കരീംക? He's fine. Huh? Actually, hospital-ആണ്. Huh? He had a heart attack. Oh. But he's fine now. ഒരു കത്ത് വന്നു വിട്ടിട്ടുണ്ട്. அன்புள்ள நாராயண் கிருஷ்ணன், இந்த கடிதாசியோட உங்களை சந்திக்கிறது என் பேரன். அவனுக்கு எப்படி சமைக்கிறதுன்னு நான் கற்றுக் கொடுத்துருக்கேன். ஆனால் எதுக்கு சமைக்கணும்னு நீங்கள் தான் சொல்லி கொடுக்கணும். பைசே நீ வா. Okay. வாலே ஏன் பொண்ணு அழுகுறா? அது அவங்க கிட்ட கொடு, நீ சாப்பிடு. நல்ல பையன் இல்ல, கொஞ்சம் 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 சாப்பிடு. இட்லி பிடிக்குமா? ஆ? நீ உஸ்தாத் ஹோட்டலில் வேலை பார்க்குறியா? No. I'm a chef. Actually, Okay. ഫ്രാൻസിലേക്ക് പോവാ. അവിടെ ഒരു ജോലി കിട്ടി. In Marseille as an executive chef. எக்ஸிக்யூட்டிவ் ஷெஃப். நான் கூட ஷெஃபாக இருந்தேன் டாஜில் ரொம்ப நாள் முன்னாடி. Oh, I worked there for 12 years. okay. You see that old man? He changed my life. அப்போ நான் டாஜில் ஒர்க் பண்ணிட்டு இருந்தேன். இந்த மனுஷன் அன்னைக்கு நான் பார்த்தேன். பசி தாங்க முடியாம he was eating his own human waste. அப்போதான் யோசிச்சேன், வாட் இஸ் த பர்பஸ் ஆஃப் மை லைஃப்? ஐ ஆம் ஒர்க்கிங் இன் அ ஸ்டார் ஹோட்டல் ஃபீடிங் ஆல் மை கெஸ்ட். ஆனால் இங்கே என் ஊரில் என் ஜனங்க ஒருவேளை சாப்பாட்டு கூட வழி இல்லாமல் I took a decision. என்னோட வேலையை விட்டேன். அன்னையிலேருந்து இவங்களுக்கு சோறு போட ஆரம்பித்தேன்.
மனுஷனுக்கு எது கொடுத்தாலும் பத்தாது, இன்னும் வேணும் இன்னும் வேணும்னு கேட்கும். சாப்பாட்டு விஷயத்தில் அப்படி இல்லை, வயிறு நிறைஞ்சா போதும்னு சொல்லித்தான் ஆகணும். ஏந்திரிங்கப்பா, ஏந்திரி ஏந்திரி ஏந்திரி, மெதுவா ஏந்திரி. இன்னைக்கு மத்தியானம் நெருமேடு ஹெலன் கில்லர் ஸ்கூலுக்கு போகணும்ப்பா. எல்லாரும் ஒரு 8 மணிக்கெல்லாம் ரெடி ஆயிடணும். என்ன புரிஞ்சுதா? ஹைசே, நீ ஒன்று பண்ணு, இன்னைக்கு நீ குக் பண்ணு. ஓகே, ஐ மீன் ஷூர். സർ, ആ ഞാനെന്താ ഉണ്ടാക്കണ്ടേ? വേറെ എന്നാ, ബിരിയാണി, കരീം ഖാ ബിരിയാണി. அவ்வளவு நல்லா இருக்கா? அப்ப நான் சாப்பிட்டு பார்க்கணுமே. எனக்கு தெரிஞ்சு இதான் உன்னோட பெஸ்ட் பிரியாணியா இருக்கும். அவ்வளவு நல்லா இருக்கியா?
சைன் லாங்குவேஜ்ல உங்களுக்கு தேங்க்ஸ் சொல்றாங்க சார். വയറു നിറയ്ക്കാൻ ആരെ കൊണ്ടും പറ്റും. കഴിക്കുന്നവരെ മനസ്സ് നിറയണം. അതാണ് ശരിയായ കൈപുണ്യം. ഉസ്താദ് ഹോട്ടൽ അടച്ചു പോലെ. കരീംക്ക പോയി. മൂപ്പർക്ക് എന്താ തോളിലൊരു സഞ്ചി വിട്ട് നടന്നു. പണ്ടേ ഉള്ള ശീലല്ലേ. എല്ലാം പോയത് നമ്മക്കല്ലേ. അങ്ങനെയാണ് ഉസ്താദ് ഹോട്ടൽ ഇന്ന് ഈ കാണുന്ന നിലയിലായത്. ഓരോ മോനെ പറഞ്ഞു പറഞ്ഞ് അണ്ണാക്കല് വെള്ളം പറ്റി. താങ്ക് യു മിർക്ക, സന്തോഷം. കേട്ടില്ലേ, ഉസ്താദ് ഹോട്ടലിന്റെ 60 വർഷത്തെ ചരിത്രം മുഴുവൻ നമ്മൾ കേട്ട് കഴിഞ്ഞു. ചരിത്രമല്ല, ഇതൊരു കഥ കൂടിയാണ്. അതിമനോഹരമായ ഒരു സായം സന്ധ്യയിലാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മനോഹരമായ സൂഫി ഡാൻസ്, ഗസൽ, ആൾക്കാർ ഇതെല്ലാം വളരെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബിരിയാണിയുടെ മണത്തിന്റെ കാര്യവും വളരെ പ്രശസ്തമാണ്. ഇവിടെ ബിരിയാണിയുടെ ദം പൊട്ടിക്കുന്ന സമയത്ത് കോഴിക്കോടങ്ങാടിയിൽ മണമടിക്കുമെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനൊക്കെ കാരണക്കാരൻ കരീംക്കയാണ്, കരീംക്കയുടെ സ്വാദ്. ഇവിടെ നമ്മുടെ കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരാളുണ്ട്. ഈ ഹോട്ടലിന്റെ പാസ്റ്റും പ്രസന്റും കണക്ട് ചെയ്യുന്ന കണ്ണി, ഉസ്താദിന്റെ മകനും ഫൈസിയുടെ ഉപ്പയുമായ ജനാബ് അബ്ദുൾ റസാഖ്. സാർ, എന്താണ് ഉസ്താദ് ഹോട്ടലിനെ പറ്റിയുള്ള അങ്ങയുടെ ഓർമ്മകൾ? ഓർമ്മ എന്ന് പറഞ്ഞ എൻ്റെ ഉപ്പാൻ്റെ എല്ലായിരുന്നു ഈ ഹോട്ടൽ. ഞാനും ഇതിൻ്റെ അകത്താണ് വളർന്നതൊക്കെ. എൻ്റെ ചെറുപ്പത്തിൽ ഞാനായിരുന്നു ബിരിയാണിയൊക്കെ എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കൽ. ഫൈസിനെ കൊണ്ടും ഉപ്പ എല്ലാ ജോലിയും ചെയ്യിക്കുമായിരുന്നു. അതായിരുന്നു മൂപ്പരുടെ ഒരു രീതി. പിന്നെ ഇപ്പോൾ ഉസ്താദ് ഹോട്ടലിൻ്റെ ഒരു ബ്രാഞ്ച് ദുബായിലും തുടങ്ങിയേക്കണ്. അത് ഓൻ്റെ ഇത്താത്തന്മാരാണ് നടത്തുന്നത്. പിന്നെ അൽഹംദുലില്ലാ ഓൻ്റെ ഒരു ഉത്സാഹം കൊണ്ട് എല്ലാം നന്നായിട്ട് നടന്നു വരുന്നു. പഠിച്ചോൻ്റെ ഒരു ഇദ്ദേഹമാണ് ഇവിടുത്തെ 3ാം തലമുറയിൽപ്പെട്ട ആൾ, ഫൈസി. അതായത് ഉസ്താദിന്റെ മകന്റെ മകൻ. ഇതാണോ ഉമ്മർക്ക പറഞ്ഞ സുലൈമാനി കഥ? അതെ, ഷഹാന.
ഉസ്താദ് ഹോട്ടലിലെ ബിരിയാണി എന്ന് പറയുമ്പോൾ അത് വെറും രുചിയുടെ കാര്യം മാത്രമല്ല, ഇവിടത്തെ സ്നേഹം കൂടിയാണ്. എങ്ങനെയാണ് ഇതെല്ലാം പഴയതുപോലെ തന്നെ നിലനിർത്താൻ പറ്റുന്നത്? ഉപ്പുപ്പ കാണിച്ചെന്ന അതേ വഴിയിലൂടെയാണ് ഞങ്ങൾ ഇപ്പോഴും പോകുന്നത്. അതേ റെസിപ്പീസ് ഒക്കെ തന്നെ ഫോളോ ചെയ്യുന്നത്. ഈ വിജയം ശരിക്കും ഉപ്പുപ്പാന്റെ ഒറിജിനൽ ടീമിന്റെ ആകെയുള്ളൊരു സങ്കടം ഇതൊക്കെ കാണാൻ ഉപ്പുപ്പ ഇല്ലല്ലോ എന്നുള്ളതാണ്. दूर मेरा गम कर दे